ശ്രീ വി കുഞ്ഞികൃഷ്ണനെ അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: യഥാർത്ഥ കമ്മ്യൂണിസ്റ്റിന്റെ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇതാ വി കുഞ്ഞികൃഷ്ണൻ രംഗത്ത് വന്നിരിക്കുന്നു. ഏഷ്യാനെറ്റില് CPIM-നെതിരായിട്ട് ആരെങ്കിലും ഒരാൾ എന്ത് വിളിച്ചു പറഞ്ഞാലും അവർ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാവും. എന്നാൽ പാർട്ടിക്കുള്ളിൽ നിൽക്കുമ്പോൾ, പാർട്ടി നിലപാടുകൾക്കനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ അവരൊക്കെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാണ്. പക്ഷെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എങ്ങനെ ആയിക്കൂടാ എന്നതിന്റെ ഉദാഹരണമായിട്ടാണ് യഥാർത്ഥത്തിൽ കുഞ്ഞികൃഷ്ണൻ ഇപ്പൊ നിൽക്കുന്നത്. പാർട്ടിയുടെ സംഘടനാ തത്വം മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സംഘടനാ രീതിയിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് CPI. ആ സംഘടനാ തത്വം അനുസരിച്ച് ന്യൂനപക്ഷം ഭൂരിപക്ഷ തീരുമാനം നടപ്പിൽ വരുത്തണം. ഇവിടെ ജില്ലാ കമ്മിറ്റി തീരുമാനമെടുത്തത് ന്യൂനപക്ഷ ഭൂരിപക്ഷ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടല്ല. എല്ലാ തീരുമാനങ്ങളും ഏകകണ്ഠമായ ഐക്യകണ്ഠേനയുള്ള തീരുമാനങ്ങളായി. പാർട്ടിയുടെ കീഴ്ഘടകങ്ങൾ മേൽപ്പറഞ്ഞ തീരുമാനങ്ങൾ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കണം. വ്യക്തി കൂട്ടായ തീരുമാനങ്ങൾക്കും ഇച്ഛക്കും കീഴ്പ്പെടണം. എനിക്ക് ചിലപ്പോൾ വ്യക്തിപരമായ അഭിപ്രായം ഉണ്ടാവും, നിലപാടുകൾ ഉണ്ടാവും. പക്ഷെ കൂട്ടായി പാർട്ടിയുടെ ബന്ധപ്പെട്ട ഒരു ഘടകം ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ എനിക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉള്ള ഞാൻ പൊതു നിലപാടിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് രീതി. അപ്പൊ അങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റ് രീതിയാണോ വി കുഞ്ഞികൃഷ്ണൻ പിന്തുടരുന്നത്? അങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റ് രീതിയാണോ അദ്ദേഹം ഇതുവരെ പഠിപ്പിച്ചിട്ടുള്ള മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സംഘടനാ തത്വം? അപ്പൊ കമ്മ്യൂണിസ്റ്റ് രീതി ലംഘിക്കുമ്പോൾ അതോടുകൂടി ഏഷ്യാനെറ്റില് അദ്ദേഹം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റിന്റെ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്ന ആളായിട്ട് മാറുകയാണ്. അപ്പോൾ പാർട്ടി കാര്യങ്ങളെല്ലാം വളരെ വിശദമായി ചർച്ച ചെയ്തു. അദ്ദേഹം ഉത്തമനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് അല്ല. ഉത്തമനായ കമ്മ്യൂണിസ്റ്റിന് ഇത്തരം നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. അദ്ദേഹത്തെ പാർട്ടിയെ വഞ്ചിക്കുകയാണ് ചെയ്തത്. പാർട്ടിയിൽ വിശ്വാസമർപ്പിച്ച ജനങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്തത്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് വി കുഞ്ഞികൃഷ്ണനെ പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ നിന്ന്, പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന്, പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കാൻ വേണ്ടി തീരുമാനിച്ച കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഇപ്പൊ പയ്യന്നൂരിലെ പാർട്ടി ഒരുപാട് ചരിത്രമുള്ള പാർട്ടിയാണ്. പയ്യന്നൂരിലെ പാർട്ടി ജന്മിത്വത്തിനും സാമ്രാജ്യത്വത്തിനും എതിരായിട്ടുള്ള മഹാപോരാട്ടങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി സ്രോതസ്സാണ് പയ്യന്നൂരിലെ പാർട്ടിയെ രൂപപ്പെടുത്തി കൊണ്ടുവന്നത്. വളരെ കൃത്യമായ സുദൃഢമായ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണ് പയ്യന്നൂരിലെ പാർട്ടി. അവിടെയുള്ള ബഹുജനങ്ങളും ആ സമീപനമാണ് എല്ലാ ഘട്ടത്തിലും സ്വീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഇപ്പോഴ് വിഭാഗീയ താല്പര്യം വെച്ചുകൊണ്ട് ഉയർന്നു വരുന്ന വിഷയങ്ങളെ വക്രീകരിച്ച് തെറ്റായി അവതരിപ്പിച്ചുകൊണ്ട് മാധ്യമങ്ങളുടെ പിന്തുണയോടുകൂടി പാർട്ടിക്കെതിരായി നേരത്തെ ഒളിഞ്ഞായിരുന്നുവെങ്കിൽ ഇപ്പൊ തെളിഞ്ഞ് പാർട്ടിക്കെതിരായി രംഗത്ത് വന്നിരിക്കുകയാണ് ശ്രീ വി കുഞ്ഞികൃഷ്ണൻ. ഇത് പാർട്ടി ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. ഇതിനെ നേരിടാൻ കെൽപ്പുള്ള പാർട്ടിയാണ് പയ്യന്നൂരിലെയും കണ്ണൂർ ജില്ലയിലെയും കേരളത്തിലെയും പാർട്ടി എന്ന് ബന്ധപ്പെട്ടവർ മനസ്സിലാക്കുന്നത് നല്ലതാണ്. തെറ്റായ ഒന്നിനെയും പാർട്ടി അംഗീകരിച്ചിട്ടില്ല. ഒന്നിനോടും, തെറ്റായ ഒരു കാര്യത്തോടും പാർട്ടി കോംപ്രമൈസ് ചെയ്തിട്ടില്ല. വി കുഞ്ഞികൃഷ്ണൻ ഉൾപ്പെടെയുള്ള സഖാക്കളെ പാർട്ടിയുടെ കൂടെ ചേർത്ത് നിർത്തുന്നതിന് അങ്ങേയറ്റ ക്ഷമാപൂർവമായിട്ടുള്ള നിലപാടാണ് നാളിതുവരെ പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഗുരുതരമായ തെറ്റ്
ഇദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായ ഘട്ടത്തിൽ പോലും പാർട്ടിയോടൊപ്പം തെറ്റുതിരുത്തി പാർട്ടിയോടൊപ്പം ചേർത്ത് നിർത്തുക എന്നുള്ള സമീപനം പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്